ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല. കേരളത്തിൽ ഒരു ഇലക്ഷനെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് ആ പ്രകടമാക്കുന്നത്. ഗവൺമെന്റ് പറയുന്നു, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു, മന്ത്രിമാർ പറയുന്നു, എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത, ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽപ്പെട്ട ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസ കുറവ് വളരെ പ്രകടമാണ്. അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു മുമ്പ് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോ ആ ആത്മവിശ്വാസം അങ്ങോട്ട് ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി. അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ. അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും. കേരളത്തിൽ ഇതൊരു മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതാണ്. മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് സ്മിജി, പേര് നോക്കിയാൽ മനസ്സിലാവൂല, പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ലീഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ലീഗിന്റെ ചരിത്രവും വർത്തമാനവും അത് മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും പാരമ്പര്യമാണ് ലീഗ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല. മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട്. അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ.